ത്രീ ഫേസ് ഓൾട്ടർനേറ്ററുകളുടെ സമാന്തര പ്രവർത്തനവും സിങ്ക്രണൈസിംഗും. എല്ലാവർക്കും നമസ്കാരം. ത്രീ ഫേസ് ഓൾട്ടർനേറ്റീവുകളുടെ സമാന്തര പ്രവർത്തനവും സമന്വയത്തിനുമുള്ള ഇലക്ട്രീഷ്യൻ പ്രാക്ടിക്കൽ സെഷനുകളുടെ പ്രോസസ്സാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾ ഇനിപ്പറയുന്നവ ചെയ്യാൻ പ്രാപ്തരായിരിക്കും. 2 ത്രീ ഫേസ് ഓൾട്ടർനേറ്ററുകളുടെ നെയിം പ്ലേറ്റിലെ വിശദാംശങ്ങൾ വായിക്കാനും വിശദീകരിക്കാനും. ഡാർക്ക് ലാമ്പ് മെത്തഡ് ഉപയോഗിച്ച് 2 ത്രീ ഫേസ് ഓൾട്ടർനേറ്ററുകൾ സിങ്ക്രണൈസ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും. ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ലാമ്പ് മെത്തഡ് ഉപയോഗിച്ച് 2 ത്രീ ഫേസ് ഓൾട്ടർനേറ്ററുകൾ സിങ്ക്രണൈസ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും. സിങ്ക്രോസ്കോപ്പ് രീതി ഉപയോഗിച്ച് 2 ത്രീ ഫേസ് ഓൾട്ടർനേറ്ററുകൾ സമന്വയിപ്പിക്കാനും ടെസ്റ്റ് ചെയ്യാനും. ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെന്റുകൾ. പരിശീലനം നേടുന്നവരുടെ ടൂൾ കിറ്റ് ഒരെണ്ണം. MI വോൾട്ട്മീറ്റർ 0 മുതൽ 500 വോൾട്ട് 2 എണ്ണം. ഫ്രീക്വൻസി മീറ്റർ 45, 50, 55 ഹെർട്സ് ഒരെണ്ണം. ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ ഒരെണ്ണം. സിങ്ക്രോസ്കോപ്പ് ഒരെണ്ണം. ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ. ത്രീ ഫേസ് ഓൾട്ടർനേറ്ററുകൾ 5 കിലോവോൾട്ട് ആംപിയർ 500 വോൾട്ട് 50 ഹെർട്സ് പ്രൈം മൂവറിനൊപ്പം ക്രമീകരിക്കാവുന്ന സ്പീഡ് കൺട്രോൾ. റിയോസ്റ്റാറ്റ് 150 ഓംസ് 1 ആംപിയർ ഒരെണ്ണം. മെറ്റീരിയലുകൾ. ITPIC സ്വിച്ച് 16 ആംപിയർ 500 വോൾട്ട് ആവശ്യാനുസരണം. ICDP 16 ആംപിയർ 250 വോൾട്ട് ഒരെണ്ണം. ICTP 16 ആംപിയർ 500 വോൾട്ട് 2 എണ്ണം. 100 വാട്ട് 250 വോൾട്ട് ലാമ്പുകൾ 6 എണ്ണം. കണക്റ്റിംഗ് വയറുകൾ ആവശ്യാനുസരണം. ഓൾട്ടർനേറ്ററുകളുടെ നെയിം പ്ലേറ്റിലെ വിശദാംശങ്ങൾ വായിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുക. ത്രീ ഫേസ് ഓൾട്ടർനേറ്ററിന്റെ നെയിം പ്ലേറ്റിലെ വിശദാംശങ്ങൾ വായിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുക. പട്ടിക 1-ൽ ഓൾട്ടർനേറ്ററുകളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുക. നെയിം പ്ലേറ്റിലെ വിശദാംശങ്ങൾ. ഡാർക്ക് ലാമ്പ് രീതി ഉപയോഗിച്ച് 2 ത്രീ ഫേസ് ഓൾട്ടർനേറ്ററുകൾ സമന്വയിപ്പിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക. ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ മീറ്റർ ഉപയോഗിച്ച് പ്രധാന ബസ് ബാർ ലൈനിന്റെ ഫേസ് സീക്വൻസ് പരിശോധിക്കുക. പ്രൈം മൂവർ കപ്പിൾ ചെയ്ത് ITPIC മെയിൻ സ്വിച്ച്, വോൾട്ട് മീറ്ററുകൾ, ഫ്രീക്വൻസി മീറ്ററുകൾ, ലാമ്പ് കണക്ഷൻ എന്നിവ ശ്രേണിയാക്കി ഇൻകമിംഗ് ഓൾട്ടർനേറ്ററിന്റെയും ഔട്ട്ഗോയിംഗ് ഓൾട്ടർനേറ്ററിന്റെയും ക്രമീകരണം ബന്ധിപ്പിച്ച് സജ്ജമാക്കുക. ഫേസ് സീക്വൻസ് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇൻകമിംഗ് ഓൾട്ടർനേറ്റർ 1-ന്റെ പ്രധാന സ്വിച്ച് ക്ലോസ് ചെയ്ത പൊസിഷനിൽ സൂക്ഷിക്കുക. ഓൾട്ടർനേറ്ററിന്റെ പ്രധാന സ്വിച്ച് 2 ഓപ്പൺ ചെയ്ത പൊസിഷനിൽ സൂക്ഷിക്കുക. ആദ്യത്തെ ഓൾട്ടർനേറ്റർ സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. റേറ്റ് ചെയ്ത വോൾട്ടേജ് കൈവരിക്കുക. ഫേസുകൾക്കിടയിലുള്ള ലൈൻ വോൾട്ടേജ് അളക്കുക. തുടർന്ന് ഒരു ഓൾട്ടർനേറ്റർ 1-ന്റെ ആവൃത്തി അളക്കുക. കൂടാതെ വോൾട്ട് മീറ്ററിന്റെയും ഫ്രീക്വൻസി മീറ്ററിന്റെയും റീഡിംഗുകൾ പട്ടിക 2-ൽ രേഖപ്പെടുത്തുക. സ്റ്റാർട്ട് ചെയ്യുക, പ്രവർത്തിപ്പിക്കുക, റേറ്റ് ചെയ്ത വോൾട്ടേജ് കൈവരിക്കുക. ഓൾട്ടർനേറ്റർ 2-ലെ ലൈൻ വോൾട്ടേജുകളും ആവൃത്തിയും അളക്കുക. എന്നിട്ട് റീഡിംഗുകൾ പട്ടിക 3-ൽ രേഖപ്പെടുത്തുക. 2 ലാമ്പിന്റെയും അവസ്ഥ പരിശോധിക്കുക. വോൾട്ടേജും ആവൃത്തിയും തുല്യമാണെങ്കിൽ ലാമ്പുകൾ ഇരുണ്ടതായിത്തീരുകയും പിന്നീട് തെളിച്ചമുള്ളതായിത്തീരുകയും ചെയ്യും. 2 ഓൾട്ടർനേറ്ററുകളുടെയും വോൾട്ടേജും ആവൃത്തിയും ഒരുപോലെ അല്ലെങ്കിൽ ലാമ്പുകൾ മിന്നിക്കൊണ്ടിരിക്കും. ഓൾട്ടർനേറ്റർ 2-ലെ ഫീൽഡ് എക്സിറ്റേഷൻ കറന്റ് ക്രമീകരിക്കുക. എന്നിട്ട് ഓൾട്ടർനേറ്റർ 2-ന്റെ അതേ മൂല്യത്തിലേക്ക് വോൾട്ടേജ് കൊണ്ടുവരിക. ലാമ്പുകളുടെ തെളിച്ചത്തിന്റെ അവസ്ഥ പരിശോധിക്കുക. ലാമ്പുകൾ ഇപ്പോഴും മിന്നിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആവൃത്തി തുല്യമായിരുന്നേക്കില്ല. ഓൾട്ടർനേറ്റർ 1-ന്റെ അതേ തുല്യ ആവൃത്തി മൂല്യത്തിലേക്ക് അത് കൊണ്ടുവരണം. ഓൾട്ടർനേറ്റർ 2-ന്റെ പ്രൈം മൂവറിന്റെ വേഗത ക്രമീകരിച്ചിട്ട് ആവൃത്തി ഓൾട്ടർനേറ്റർ 1-ലെ അതേ നിലയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ എല്ലാ ലാമ്പുകളും നല്ല തെളിച്ചമുള്ളതാണ്. തുടർന്ന് അവ ഓരോന്നായി ഇരുണ്ടതായി മാറുന്നു. സമന്വയിപ്പിക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും പാലിച്ചതായി ഇത് സൂചിപ്പിക്കുന്നു.
എല്ലാ ലാമ്പുകളും ഇരുണ്ട അവസ്ഥയിലായിരിക്കുമ്പോൾ ഓൾട്ടർനേറ്റർ 2ന്റെ പ്രധാന സ്വിച്ച് ക്ലോസ് ചെയ്യുക. 2 ഓൾട്ടർനേറ്ററുകൾക്കുമുള്ള പൊതുവായ ലോഡ് ഓൺ ആക്കുക. 2 ഓൾട്ടർനേറ്ററുകളും ലോഡുകൾ തുല്യമായി പങ്കിടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നിങ്ങളുടെ ഇൻസ്ട്രക്ടറെ കൊണ്ട് ഇത് പരിശോധിപ്പിക്കുക. ഇരുണ്ടതും തെളിച്ചമുള്ളതുമായ ലാമ്പ് രീതി ഉപയോഗിച്ച് 2 3 ഫേസ് ഓൾട്ടർനേറ്ററുകൾ സമന്വയിപ്പിക്കുക. ഫേസ് സീക്വൻസ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് പ്രധാന ബസ് ബാർ ലൈനുകളുടെ ഫേസ് സീക്വൻസ് പരിശോധിക്കുക. പ്രൈം മൂവർ, ITPIC സ്വിച്ച്, ലാമ്പ് കണക്ഷൻ എന്നിവ ഉപയോഗിച്ച് ഓൾട്ടർനേറ്റർ 1, ഓൾട്ടർനേറ്റർ 2 എന്നിവയുടെ ക്രമീകരണം ബന്ധിപ്പിച്ച് സജ്ജമാക്കുക. 2 ജോഡി ലാമ്പുകൾ 2 ഫേസുകളിലായി കുറുകെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു ഫേസിൽ ലാമ്പുകളുടെ ജോഡി വോൾട്ട്മീറ്ററുകളുടെയും ഫ്രീക്വൻസി മീറ്ററുകളുടെയും ശ്രേണിയിലാണ്. ഓൾട്ടർനേറ്റർ 2ന്റെ പ്രധാന സ്വിച്ച് ഓപ്പൺ ചെയ്ത പൊസിഷനിൽ സൂക്ഷിക്കുക. ആദ്യത്തെ ഓൾട്ടർനേറ്റർ സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിപ്പിച്ച് റേറ്റ് ചെയ്ത വോൾട്ടേജ് കൈവരിക്കുക. ഫേസുകൾക്ക് ഇടയിലുള്ള ലൈൻ വോൾട്ടേജ് അളക്കുക. തുടർന്ന് ഒരു ഓൾട്ടർനേറ്റർ 1ന്റെ ആവൃത്തി അളന്നിട്ട് വോൾട്ട്മീറ്ററിന്റെയും ഫ്രീക്വൻസി മീറ്ററിന്റെയും റീഡിംഗുകൾ പട്ടിക രേഖപ്പെടുത്തുക. റീഡിംഗുകൾ പട്ടിക 4ലും പട്ടിക 5ലും രേഖപ്പെടുത്തുക. ലാമ്പുകളുടെ അവസ്ഥ നോക്കുക. വോൾട്ടേജും ആവൃത്തിയും തുല്യമാണെങ്കിൽ ലാമ്പിന്റെ ഒരു ജോഡി ഇരുണ്ടതും മറ്റ് 2 ജോഡി തെളിച്ചമുള്ളതുമായിരിക്കും. 2 ഓൾട്ടർനേറ്ററുകളുടെയും വോൾട്ടേജും ആവൃത്തിയും ഒരേപോലെ അല്ലെങ്കിൽ ലാമ്പ് നിശ്ചലമായ പ്രകാശം നൽകാതെ മിന്നിക്കൊണ്ടിരിക്കും. വോൾട്ടേജും ആവൃത്തിയും തുല്യമല്ലേ എന്ന് പരിശോധിക്കുക. ടാസ്ക് 2ന്റെ 10 മുതൽ 12 വരെയുള്ള ഘട്ടങ്ങൾ ആവർത്തിക്കുക. ഓൾട്ടർനേറ്റർ 1ലെ വോൾട്ടേജിന്റെയും ആവൃത്തിയുടെയും അതേ മൂല്യം കൊണ്ടുവരിക. എല്ലാ നിബന്ധനകളും പാലിച്ചാൽ എല്ലാ ലാമ്പുകളും മിന്നിക്കൊണ്ടിരിക്കില്ല. ഒരു ജോഡി ലാമ്പ് ഇരുണ്ടതും മറ്റ് 2 ജോഡി ലാമ്പുകൾ ഒരേസമയം നല്ല തെളിച്ചമുള്ളതും ആയിരിക്കും. ലാമ്പുകൾ തെളിച്ചമുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ ഓൾട്ടർനേറ്റർ 2ന്റെ പ്രധാന സ്വിച്ച് ക്ലോസ് ചെയ്യുക. രണ്ട് ഓൾട്ടർനേറ്ററുകൾക്കുമുള്ള പൊതുവായ ലോഡ് ഓൺ ആക്കുക. 2 ഓൾട്ടർനേറ്ററുകളും ലോഡുകൾ തുല്യമായി പങ്കിടുന്നുണ്ടെന്ന് പരിശോധിച്ചുറപ്പാക്കുക. സിൻക്രോസ്കോപ്പ് ഉപയോഗിച്ച് 2 ഓൾട്ടർനേറ്ററുകൾ സമാന്തരമായി ബന്ധിപ്പിക്കുക. ഉപകരണങ്ങൾ കാണിച്ചിരിക്കുന്നതുപോലെ ശേഖരിക്കുക. ഉപകരണങ്ങളും ഇൻസ്ട്രുമെന്റുകളും ബന്ധിപ്പിക്കുക. ഇൻകമിംഗ് ഓൾട്ടർനേറ്റർ, അതായത് ഓൾട്ടർനേറ്റർ 2 കുറഞ്ഞ എക്സിറ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്യുക. ബസ് ബാർ സ്വിച്ച് S1 ക്ലോസ് ചെയ്യുക. ബസ് ബാർ വോൾട്ടേജ് V1ഉം ഇൻകമിംഗ് വോൾട്ടേജ് V2ഉം നിരീക്ഷിക്കുക. V1 V2 തുല്യമാകുന്നതുവരെ ഇൻകമിംഗ് ഓൾട്ടർനേറ്ററിന്റെ എക്സിറ്റേഷൻ ക്രമീകരിക്കുക. ഇൻകമിംഗ് മെഷീന്റെയും എക്സിറ്റേഷൻ നൽകുന്ന മെഷീന്റെയും വോൾട്ടേജ് തുല്യമായിരിക്കണം. സിൻക്രോസ്കോപ്പിലെ പോയിന്റർ പരിശോധിക്കുക. ഓൾട്ടർനേറ്ററിന്റെ വേഗത ക്രമീകരിക്കുക. ഇത് വേഗതയേറിയതാണെങ്കിൽ സിൻക്രോസ്കോപ്പിന്റെ പോയിന്റർ നിരീക്ഷിച്ചുകൊണ്ട് ഇൻകമിംഗ് മെഷീന്റെ വേഗത ക്രമേണ കുറയ്ക്കുക. സിൻക്രോസ്കോപ്പ് പോയിന്ററിന്റെ ഏറ്റവും കുറഞ്ഞ ആന്തോളനത്തിനായി ഇൻകമിംഗ് ഓൾട്ടർനേറ്ററിന്റെ വേഗത ക്രമീകരിക്കുക. സിൻക്രണൈസിംഗ് പോയിന്റ് 0ൽ സ്റ്റഡി ആകുമ്പോൾ സ്വിച്ച് ബാക്ക് ക്ലോട്ട് S2 ക്ലോസ് ചെയ്യുക. 2-3 ഫേസ് ഓൾട്ടർനേറ്റീവുകളുടെ നെയിം പ്ലേറ്റിലെ വിശദാംശങ്ങൾ വായിക്കാനും വിശദീകരിക്കാനും, ഇരുണ്ട ലാമ്പ് രീതി ഉപയോഗിച്ച് 2-3 ഫേസ് ഓൾട്ടർനേറ്റീവുകൾ സമന്വയിപ്പിക്കാനും ടെസ്റ്റ് ചെയ്യാനും, ഇരുണ്ടതും തെളിയിച്ചതുമുള്ളതായ ലാമ്പ് രീതി ഉപയോഗിച്ച് 2-3 ഫേസ് ഓൾട്ടർനേറ്റീവുകൾ സമന്വയിപ്പിക്കാനും ടെസ്റ്റ് ചെയ്യാനും, സിൻക്രണോസ്കോപ്പ് രീതി ഉപയോഗിച്ച് 2-3 ഫേസ് ഓൾട്ടർനേറ്റീവുകൾ സമന്വയിപ്പിക്കാനും ടെസ്റ്റ് ചെയ്യാനും. നിങ്ങൾക്ക് ഈ സാങ്കേതിക പ്രക്രിയയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.